ഫാക്ടേഴ്സിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. ഘടകങ്ങൾ, ഘടകങ്ങളുടെ എണ്ണം കാണാം, ഇത്ര ഘടകങ്ങളുടെ ഏറ്റവും ചെറിയ സംഖ്യ എന്നാവാം, പല ടൈപ്പിൽ ചോദ്യമുണ്ട്. എന്തായാലും ഒരു മാർക്കിൻ്റെ ചോദ്യം അവിടെ ഉണ്ടാവും. സ്ക്വയർ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാവും. അത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, വിച്ച് വൺ ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ, അതിങ്ങനെ പവർ വെച്ചിട്ടൊക്കെ ചോദിക്കും. അവിടുന്ന് ചോദ്യം ഉണ്ടാവും. വരകൾ, കോണുകൾ, ലൈൻ ആൻഡ് ആംഗിൾസ് ആയിട്ട് ബന്ധപ്പെട്ട് 4 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. സ്പീഡ് മാത്സിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. ടൈം, അതിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. ഇങ്ങനെ ഓരോരോ ടോപ്പിക്ക് എടുത്ത് നോക്കുക. ആ ടോപ്പിക്കിൽ നിന്നൊക്കെ ചോദ്യം വന്നിട്ടില്ലേ നോക്കുക. പ്രീവിയസ് ഇയറിൽ 9⁻1 എന്ന് പറഞ്ഞാൽ 9 ആണെന്ന് നിങ്ങൾക്കറിയാം. 9⁻2 എന്ന് പറഞ്ഞാൽ 9 × 9 81 ആണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളോട് 9⁻2 മാത്രം ചോദിച്ചാൽ യൂണിറ്റ് പ്ലേസ് 1 ആണ്. 9⁻1 എന്ന് മാത്രം ചോദിച്ചാൽ യൂണിറ്റ് പ്ലേസ് 9 ആണ്. ഈ 9-ന് ഒരു പ്രത്യേകതയുണ്ട്. 9⁻1 ഈസ് ഈക്വൽ ടു 9, 9⁻2 ഈസ് ഈക്വൽ ടു 81, 9 × 9. 9⁻3 വരുമ്പോൾ ഇതിനെ വീണ്ടും 9 കൊണ്ട് ഗുണിക്കുമ്പോൾ ഉണ്ടാവുന്ന സംഭവം 9 9 9 8 72 ആണ്. 9ലേക്ക് പോകുന്നു. അപ്പം ഓഡ് നമ്പർ ആകുമ്പോൾ 9ലേക്കും ഈവൺ നമ്പർ ആകുമ്പോൾ 1ലേക്കുമാണ് പോകുന്നത്. അങ്ങനെയാകുമ്പോൾ 9⁻4 എന്നത് വീണ്ടും 9 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 9 9 81 അവസാനം 1ലേക്കാണ് പോകുന്നത്. പവർ ഓഫ് 9 is an odd number, then the digit in the unit place always be 9. Power of 9 is an even number, then the digit in the unit place always be 1. അത് ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ ഇവിടെ നിങ്ങളോട് ഒറ്റപ്പെട്ടിട്ടല്ല 9⁻9 ചോദിച്ചത്. അതാണ് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത 9⁻99 എന്ന് മാത്രം നിങ്ങളോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 9 ആണെന്ന്. പക്ഷെ ഇവിടെ 9⁻99 വരെ ആഡ് ചെയ്യുകയാണ്. അതാണ് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത. അതിന് നിങ്ങൾ 99 വരെ ഒന്നും പോകണ്ട. നിങ്ങൾ ഏതെങ്കിലും 3 ഒരു ഒറ്റയുടെ സ്ഥാനത്ത് മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഉദാഹരണത്തിന് 9⁻1 ഈസ് ഈക്വൽ ടു 9. ശരി, മനസ്സിലായി. 9⁻2 ഈസ് ഈക്വൽ ടു 81, അതും മനസ്സിലായി. 9⁻9ഉം 9⁻2ഉം കൂടി കൂട്ടിയാൽ യൂണിറ്റ് പ്ലേസ് എത്രയാണ്? 0 എന്ന് പറഞ്ഞാൽ 9 1 10, 8 1 9. അപ്പൊ യൂണിറ്റ് പ്ലേസ് 0 ആണ്. പക്ഷേ നിങ്ങളോട് ചോദിക്കുന്നു 9⁻1 ഈസ് ഈക്വൽ ടു 9 പ്ലസ് 9⁻2 ഈസ് ഈക്വൽ ടു 81 പ്ലസ് 9⁻3 ഈസ് ഈക്വൽ ടു 729. ഇങ്ങനെ 3 വരെ 9⁻1ഉം 2ഉം 3ഉം കൂടി കൂട്ടിയാൽ യൂണിറ്റ് പ്ലേസ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? 98. ഓക്കെ, മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം. കോഹോസ്റ്റായ കുട്ടികൾ മാത്രം പറഞ്ഞാൽ മതി. കാരണം നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ്. കോഹോസ്റ്റായ കുട്ടികൾ മറുപടി പറയില്ല, അടുത്ത പ്രാവശ്യം കോഹോസ്റ്റ് ആക്കൂല. 9⁻9 9 ആണ്, 9⁻2 81 ആണ്, 9⁻3 729 ആണ്. ഇത് 3 കൂടി കൂട്ടിയാൽ പറയണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ എത്രയാണ് വളരെ 81 ആണ്. 9⁻3 എന്ന് പറഞ്ഞാൽ 729 ആണ്. എന്റെ ചോദ്യം ഇതാണ്, 9ഉം 81ഉം 729 കൂട്ടിയാൽ അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എത്രയാണെന്ന് എന്റെ ചോദ്യം. വ്യക്തമല്ലേ? ആ, അത് പറയാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 9 ആണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരവും 9 തന്നെയാണ്. നിങ്ങളോട് ചോദിച്ച ആ കുട്ടി ഏതൊരു കുട്ടിയല്ലേ ഇപ്പൊ ആ ചോദ്യം ചോദിച്ചത്? അതിലുണ്ടോ? ആ കുട്ടി ഒന്ന് പറയൂ, പേരെന്താണ് ആ കുട്ടിയുടെ? ദേവനന്ദ. 9⁻1 പ്ലസ് 9⁻2 പ്ലസ് 9⁻3 പ്ലസ് അങ്ങനെ 9⁻99 വരെ കൂട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ അവസാനം കാണുന്ന പവർ ഒരു ഓഡ് നമ്പറാണ്. ആ ഓഡ് നമ്പർ ആയതുകൊണ്ട് നിങ്ങൾ 9⁻1 9ലാണ് അവസാനിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പവർ ഓഫ് 9 ഈസ് എൻ ഓഡ് നമ്പർ. ഡിജിറ്റ് യൂണിറ്റ് പ്ലേസ് 9 ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ ആൻസറും 9 തന്നെയാണ്. ക്ലിയർ ആയോ?
യെസ്. ഇനി എന്റെ ചോദ്യം ലാസ്റ്റ് നമ്പർ 9/100 9/100 ആണെങ്കിൽ അത് 0 ആയിരിക്കും. 9/100 ആണ് തന്നെങ്കിൽ നിങ്ങൾക്ക് അത് 0യിലേക്ക് വരിക. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ 100 എന്ന സംഭവം ഈവൺ നമ്പർ ആണ്. നിങ്ങൾ ഇവിടെ ഈവൺ നമ്പർ ആണെങ്കിൽ ഇവിടെ 2 ഈവൺ നമ്പർ മാത്രം കൂട്ടിയാൽ മതി. 2 സ്ഥാനം കൂട്ടി കൊടുത്താൽ മതി. 9/1 9/2 81 2 കൂടി കൂട്ടിയാൽ 90 അവസാനം 0. ആ 0 തന്നെയായിരിക്കും 9 ഇവിടെ ഏതൊരു ഈവൺ നമ്പർ വന്നാലും ഉണ്ടാവുക. ഇനി ഓഡ് നമ്പർ വന്നാലും ഉണ്ടാവുക. നിങ്ങൾ ഇവിടെ വരെ കൂട്ടിയാൽ മതി. അപ്പൊ 9 ആയിരിക്കും. ഇത് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് കേസ് എന്ന് ടൈപ്പ് ചെയ്യൂ. 3 + 2/4 + up to 2/99. 99 Which number comes in the unit place? 2/1 + 2/2 + 2/3 + up to എവിടെ വരെ പോയത്? 2/99. 2/99. എല്ലാവർക്കും വേണ്ടി പറയുകയാണ്, മനസ്സിലാക്കി വെച്ചോളൂ. 2, 3, 7, 8 ഇവയുടെ പവറാണ് വരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേറൊരു മാർഗത്തിലേക്ക് പോകാം. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ഇത് ഇട്ടിട്ടാണ് എപ്പോഴും ചോദിക്കാറ്. ഇവയുടെ പവർ വെച്ചിട്ടാണ് ചോദിക്കുക. ലേശം പ്രശ്നമുള്ള സാധനം അതായതുകൊണ്ട് ആ ചോദ്യം വരുന്നത്. ഇത് 2/99 വരെ കൂട്ടിയാൽ എത്രയാണെന്നാണ് ചോദ്യം. ഇത് നിങ്ങൾ ഒരു മാർഗം ഇതാണ്. ഈ 99നെ നിങ്ങൾ 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. എന്തിനാണ് ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? 2/1 = 2 ആണെന്നറിയാം. 2/2 ആ ചോദ്യം ചോദിച്ച കുട്ടി തന്നെ പറയട്ടെ. 2/2 എത്രയാണ് മോളെ? 4. 2/3 8. 2/4 16. ഇനി ഇവിടെ വേറെ നോക്കിക്കോളൂ നിങ്ങൾ. അത് 2/5ലേക്ക് വീണ്ടും വരുമ്പോൾ അത് 32ലേക്ക് പോയി എന്ന് പറയാൻ ഈ 2 തന്നെ ഇവിടെ ആവർത്തിച്ചു. 2/6ലേക്ക് പോയാൽ അത് 64ആയി. ഇവിടെ 4 ആവർത്തിച്ചു. 2/7ലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും 128 കിട്ടുന്നു. 8 തന്നെ വീണ്ടും വന്നു. 2/8ലേക്ക് പോകുമ്പോൾ 256 കിട്ടുന്നു. 6 തന്നെ വന്നു. അപ്പൊ 2 4 8 6 2 4 8 6 2 ആ രീതിയിലാണ് ഇത് പോകുന്നത്. ഇവിടെയും ഏത് ഈ 2-നായാലും 3-നായാലും 7-നായാലും 8-നായാലും നിങ്ങൾ വീട്ടിലിരിക്കുന്നവർ ചെയ്തു നോക്കൂ. അതേ ക്രമത്തിലേ പോകൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ഈ 99നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 2 4 8 1 ബാക്കി 19 4 × 4 16. ഈ റിമൈൻഡർ 3 ആണ്. നിങ്ങളിവിടെ ഈ റിമൈൻഡറിന് പ്രാധാന്യം കൊടുക്കുക. ഈ റിമൈൻഡർ എടുത്തിട്ട് ഈ 99 പകരം എഴുതി കൊടുക്കുക. 2/3. അത് പകരമാവില്ല, വിലക്ക് പകരമാവില്ല, പക്ഷെ യൂണിറ്റ് പേസ് സെയിം ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് 2/3 എന്ന് പറഞ്ഞാൽ 8 ആണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ തൊട്ട താഴെ 2/2 എഴുതുക. അത് 4 ആണെന്ന് നിങ്ങൾക്കറിയാം. ഇത് പറയാം. 4 കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 2/2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2/1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2/1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2/2 എന്ന് പറഞ്ഞാലോ 4. 2/3 എന്ന് പറഞ്ഞാൽ 8. 2/4 എന്ന് പറഞ്ഞാൽ 16. അപ്പൊ ഇതിലെല്ലാം അവസാനിക്കുന്ന നമ്പേഴ്സ് ആണ്. അത് വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഈ 2 തന്നെ ഇവിടെ ആവർത്തിക്കുന്നു. ഇവിടെ 4 വരുന്നു, ഇവിടെ 8 വരുന്നു, ഇവിടെ 6 വരുന്നു. ആ 4 ക്രമത്തിലായതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്താ സംശയം? ഈ 2/3 8 എന്ന് കൊടുത്ത് 2/2 എന്നുള്ള 4 എഴുതി. അടുത്ത സ്റ്റെപ്പ് 2/1 ആണ്. തൊട്ട് എന്നിട്ട് പറയാം. 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നിങ്ങളോട് ഈ 99 വരെ അല്ലെ ഏതൊരു സംഖ്യ വരെ കൂട്ടാൻ പറഞ്ഞാലും ഇവിടെയുള്ള ഈ പവറിനെ 4 കൊണ്ട് ഇതിന്റെ കാര്യത്തിലാണ് പറയുന്നത്. 2 3 7 8ന്റെ കാര്യത്തിലാണ് പറയുന്നത്. ഈ 99 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ റിമൈൻഡർ എടുത്തിട്ട് ഈ 99 പകരം വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് ബാക്കിയുള്ള സംഖ്യകൾ എഴുതുക. 2/3 8, 2/2 4, 2/1 2. ഇത് കൂട്ടുനോക്കൂ. 8 4 12 2 14. അപ്പൊ നമ്മുടെ ഇതിന്റെ യൂണിറ്റ് പ്രൈസ് 4 ആയിരിക്കും.
ക്ലിയർ ആയോ? ഓ എങ്ങനെ? ക്ലിയർ ആയിട്ടില്ല. ശരി, എന്നാ ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് വയ്ക്കാം. ഇവിടെ 2:1, 2:2, 2:3, 2:4 പ്ലസ് 2:5 എന്ന് വരെ കൂട്ടണം. ഇതൊന്ന് എടുത്തു നോക്കാം. 2:1 എന്ന് പറയാൻ 2 അല്ലേ? 2:2 എന്ന് പറയാൻ 4 അല്ലേ? എന്താ നിങ്ങൾ മിണ്ടാത്തത്? ആണോ? യെസ്. 2:3 എന്ന് പറഞ്ഞാൽ 8 അല്ലേ? ഓക്കെ. ആ ഒരു കുട്ടി വാ, നിവേദിത, കേൾക്കാമോ? ബാക്കി എല്ലാവരും മൈക്ക് ഓൺ ചെയ്യല്ല. നിവേദിത കേൾക്കാമോ? ആ, എല്ലാവരും മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിരിക്കും. അതാരാടോ മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചത്? ആ, ഏതെങ്കിലും ഒരു കോഹോസ്റ്റായ കുട്ടി മുന്നോട്ട് വാ. ഈ പറഞ്ഞ 2:1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? യെസ്. എന്താ പേര് മോളെ? നയൻ. ആ, 2:2 4 അല്ലേ? 2:3 8. ബാക്കിയുള്ള കുട്ടികളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. 2:4 16. 2:5 32. ഇതെല്ലാം കൂടി കൂട്ടിയ യൂണിറ്റ് പ്ലേസ് എത്രയാ? 6 2 8 8 16 4 22 22 അല്ലേ? 4 6 8 14 6 22 22. യൂണിറ്റ് പ്ലേസ് 2 അല്ലേ? എന്താ മോളെ മിണ്ടാത്തത്? ആ 2 ആണ്. ഒന്ന് മിണ്ടണം. ബാക്കിയുള്ള കുട്ടികളൊക്കെ മൈക്ക് മ്യൂട്ടാണ്. അതാണ് നിങ്ങൾ നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് 2. അപ്പൊ ഇതിന്റെ യൂണിറ്റ് പ്ലേസ് നിങ്ങളോട് ചോദിക്കുന്നു, അത് 2 ആണ്. അതിന് ഞാൻ നിങ്ങൾക്ക് തന്ന മറുപടി എന്താണ്? ഈ 5നെ എടുക്കുക, ഈ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുക. അതിന്റെ നേരത്തെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 4 4 റിമൈൻഡർ 1. നിങ്ങൾ എന്ത് ചെയ്യുക? ആ 2ന്റെ മേലെ ഈ റിമൈൻഡർ 1 കിട്ടേക്കുക. ആ 2ഉം ഈ 2ഉം സെയിം ആണ്. ഇനി വീണ്ടും നിങ്ങൾ 2:5 മുന്നോട്ട് പോട്ടെ. 2:6 പ്ലസ് 2:7. നിങ്ങളോട് പറയുന്നു 2:7 വരെ കൂട്ടിയാൽ യൂണിറ്റ് പ്ലേസ് എത്രയാണ്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 2:6 64, 2:7 128 കൂട്ടി നോക്കുന്നു. ഇങ്ങനെ എഴുതി കൂട്ടണ്ടെന്ന് ഞാൻ പറയുന്ന അർത്ഥം. 8 4 12 2 14 20 28 4 32 2 34. ഇവിടെ യൂണിറ്റ് പ്ലേസ് വരുന്നത് 4 ആണ്. തെറ്റിക്കുണ്ടെങ്കിൽ പറയണേ. കോഹോസ്റ്റായ കുട്ടിയാ പറയണ്ടത്. കുട്ടിയെ തെറ്റിക്കുണ്ടെ പറയണം. തെറ്റിട്ടുണ്ടോ? എന്താണോ മിണ്ടാത്തത്? 4 6 8 14 20 26 34. ഇത് ഇല്ല. ഒന്നും പ്രതികരിക്കുമ്പോളെ പിന്നെ എന്തിനാ നേരത്തെ ഫോണിൽ കൂടെ വിളിച്ചു വന്നത്? ഞങ്ങൾ പറഞ്ഞോളാം എന്നൊക്കെ. യെസ്, 4 ആണ്. അപ്പോൾ ഇവിടെ 2:7 വരെ കൂട്ടിയാൽ എത്ര എന്ന് നിങ്ങളോട് ചോദിച്ചിട്ട് യൂണിറ്റ് പ്ലേസ് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ 4 എഴുതാൻ ഇങ്ങനെ കണ്ടുപിടിക്കണ്ട. പകരം ഈ അവസാനം കാണുന്ന 7നെ എടുക്കുക. ആ 7നെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ 1 4 4 റിമൈൻഡർ 3 എന്ന് കൊടുക്കുന്നു. ആ റിമൈൻഡർ 3 കിട്ടിക്കഴിഞ്ഞാൽ 2:3 എന്ന് എഴുതുക. അത് 8 ആണ്. പ്ലസ് 2:2 എഴുതുന്ന 3ന്റെ തൊട്ടതായുള്ള ആള് അത് 4 ആണ്. പ്ലസ് പിന്നെ 2:1 എഴുതുക. അത് 2 ആണ്. ഇന്ന് കൂട്ടി വെക്കും. 8 4 12 2 14 അവസാനം 4 ആണ്. ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മൈക്ക് ഓൺ ചെയ്യാൻ പോവാണ്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയണല്ലേ? യെസ് ഓർ നോ? ഇനി ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2ന്റെ കാര്യത്തിൽ മാത്രമല്ല, 3:1 അങ്ങനെ 3ന്റെ കാര്യത്തിൽ വന്നാലും
7:1 അങ്ങനെ 7ന്റെ കാര്യത്തിൽ വന്നാലും 8:1 8ന്റെ കാര്യത്തിൽ വന്നാലും എല്ലാത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. ഇവിടെ 2, 3, 7, 8 ഇവയിൽ ഏത് വന്നു കഴിഞ്ഞാലും ഇതേ ക്രമത്തിൽ ചെയ്താൽ മതി. അതൊരു മാർഗം. അത് പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു മാർഗത്തിലേക്ക് പിന്നെ പോകും. അപ്പൊ ഇത് തൽക്കാലം മനസ്സിലാക്കി വെക്കുക. യൂട്യൂബിൽ ക്ലാസ് വരുന്ന സമയത്ത് ഒന്നുകൂടി നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ ഒന്നുകൂടി വിളിച്ചാൽ മതി നേരിട്ട്, ഞാൻ ക്ലിയർ ആക്കി തരുന്നുണ്ട്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. കോഹോസ്റ്റായ കുട്ടികൾ അനങ്ങാതിരിക്കരുത്, പറഞ്ഞോളണം. 3 4 കുട്ടികൾ കോഹോസ്റ്റ് ആണ് ഇന്ന്. അവർ മിണ്ടാതിരിക്കരുത്. അവരെന്ന് നേരിട്ട് വിളിച്ചുകൊണ്ടാണ് ഞാൻ കോഹോസ്റ്റ് ആക്കിയില്ലേ. കുറെ കുട്ടികൾ മുന്നോട്ട് വന്നതായിരുന്നു. ആ കുട്ടികളാണ് ഇല്ലാണ്ടാക്കിയത്. മോളെ എത്രയാ വായിക്കുക? 22. നിങ്ങൾ വായിച്ച തെറ്റിപ്പോയൊന്നും പ്രശ്നമല്ല, ഇടപെട്ടാൽ മതി. നിങ്ങൾ നേരത്തെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, സാറേ ഞാൻ കോഹോസ്റ്റ് ആയിക്കൊള്ളാം. നിങ്ങളെ ഞാൻ കോഹോസ്റ്റ് ആക്കി. വേറെ കുറേ കുട്ടികൾ തയ്യാറായിട്ട് മുന്നിൽ നിന്ന് നിങ്ങളെ ഞാൻ മുന്നോട്ടാക്കിയത്. നിങ്ങൾ പിന്നെ അനങ്ങാതിരിക്കുന്നത് ബാക്കിയുള്ള കുട്ടികളെ മൈക്കും മ്യൂട്ടാണ്. ഇനി നിങ്ങൾ അനങ്ങാതിരിക്കുക കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് തെളിയുന്നതാണ്. യെസ്, എത്രയാ വായിക്കുക? 2222 എന്ന സംഖ്യയുടെ വർഗത്തിന്റെ എന്താ പറയുക, ഇതിന്റെ സ്ക്വയറിന്റെ ഡിജിറ്റൽ റൂട്ട് എത്രയാണ്? ഡിജിറ്റൽ റൂട്ടിന്റെ മലയാളം അക്കത്തുക എന്നാണ്. അതെന്താന്ന് ആദ്യം പറഞ്ഞുതരാം. ഇതൊക്കെ ചില ചോദ്യ പേപ്പറിൽ ഈ അക്കത്തുക എന്താണ്, അല്ലെ ഡിജിറ്റൽ റൂട്ട് എന്നൊക്കെ ഇങ്ങനെ കാണും. എന്താന്ന് ആദ്യം പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണത്തിന് 1947 എന്നൊരു സംഖ്യ എടുത്തു. ആ സംഖ്യ എടുക്കുക കാരണം നിങ്ങൾക്കറിയാം. ഇതിന്റെ ആദ്യത്തെ അക്കങ്ങളുടെ തുക സം ഓഫ് ഡിജിറ്റ്സ്, ഷോർട്ടായിട്ട് സം ഓഫ് ഡിജിറ്റ്സ് 9 1 10 10 4 14 7 21 9 1 10 14 7 21. അതിന് പറയുക സം ഓഫ് ഡിജിറ്റ്സ് ആണ്. സം ഓഫ് ഡിജിറ്റ്സ് 2 അക്കമാകാം, 3 അക്കമാകാം, 1 അക്കമാകാം. അത് നമുക്ക് പ്രശ്നമല്ല. ആദ്യത്തെ കൂട്ടലിൽ കിട്ടുന്ന സാധനമാണ് സം ഓഫ് ഡിജിറ്റ്സ്. ഇതിന്റെ മലയാളം അക്കങ്ങളുടെ തുക എന്നാണ്. അക്കങ്ങളുടെ തുക. അടുത്ത മലയാളം ശ്രദ്ധിച്ചോളൂ, അക്കത്തുക. അക്കത്തുക. അതിന് പുതിയ പേരാണ് വന്നിരിക്കുന്നത് ഡിജിറ്റൽ റൂട്ട്. ഡിജിറ്റൽ റൂട്ട്. ഇതിന് സീഡ് നമ്പർ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഡിജിറ്റൽ റൂട്ട് അല്ലെങ്കിൽ സീഡ് നമ്പർ. അപ്പൊ അതൊരൊറ്റ ഡിജിറ്റ് ആയിരിക്കും. അത് നിങ്ങൾ ഈ രണ്ടും ഒന്നുകൂടി വീണ്ടും കൂട്ടുക 3. സോ ഹിയർ 1947 1947 സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 21 and digital root is 3. 15129. 5 3 6 7 9 18 വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 15139 ആയിക്കോട്ടെ. ഇവിടെ ചെറിയൊരു വസ്തു ഉണ്ടാവണ്ട. ഇവിടെ 5 3 6 7 3 19 19 ആണ് കിട്ടുന്നത്. ഈ 19 ആണ് ഇതിന്റെ സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക. അത് ആദ്യത്തെ കൂട്ടൽ കിട്ടുന്നതാണ്. പക്ഷേ ഇതിന്റെ ഡിജിറ്റൽ റൂട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ, DR-ലേക്ക് പോകുമ്പോൾ, അക്കത്തുകയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വീണ്ടും ഇത് കൂട്ടിയിട്ട് 10 എന്ന് എഴുതി കളയരുത്. ആ 10ലെ അക്കങ്ങളെ വീണ്ടും കൂട്ടിയിട്ട് 1ലേക്ക് പോകണം. കാരണം ഡിജിറ്റൽ റൂട്ട് എപ്പോഴും ഒറ്റ ഡിജിറ്റ് ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? കോഹോസ്റ്റ് ആണ് പ്രതികരിക്കേണ്ടത്. മറ്റുള്ളവർ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും, മിണ്ടാതിരിക്കരുത്. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എന്റെ ചോദ്യം ഇതാണ്, 2222 സ്ക്വയറിന്റെ ഡിജിറ്റൽ റൂട്ട് എത്രയാണ്? അതിലെ ഒരു അക്കം എത്രയാണ് കൂട്ടിക്കഴിഞ്ഞാൽ, അത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ? നിങ്ങളത് സ്ക്വയർ ചെയ്യാൻ പോകരുത്. നിങ്ങളത് സ്ക്വയർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ സമയം വേസ്റ്റാണ്. അതിന് എളുപ്പമാർഗം ഈ രണ്ടും കൂട്ടുക. എത്രയാണ്? 2 + 2 + 2. കോഹോസ്റ്റായ കുട്ടിയാണ് പ്രതികരിക്കേണ്ടത്, ഇല്ലെങ്കിൽ റിമൂവ് ചെയ്യും ഞാൻ. പറയൂ. ഈ 4 2കൾ കൂട്ടിയാൽ എത്രയാണ് മക്കളെ? 8. ആ 8ന്റെ സ്ക്വയർ എത്രയാണ്? മിണ്ടുന്നില്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. മിണ്ടുന്നില്ല, റിമൂവ് ചെയ്യും. 64. ആ 64 വീണ്ടും കൂട്ടൂ. അതിന്റെ ഡിജിറ്റൽ റൂട്ട് എത്രയാണ്? 10 ഡിജിറ്റൽ റൂട്ട് അല്ല, 10 ഡിജിറ്റ് സമ്മാണ്. 10 അല്ല, പിന്നെ 10 ഡിജിറ്റൽ റൂട്ട് 1. അപ്പോൾ 2222 സ്ക്വയറിന്റെ വർഗത്തിന്റെ ഡിജിറ്റൽ റൂട്ട് അല്ലെങ്കിൽ സീഡ് നമ്പർ അല്ലെങ്കിൽ അക്കത്തുക 1 ആകുന്നു.
അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഇത് ശരി തന്നെയാണോ? ശരിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏത് സംഖ്യ ചോദിച്ചിട്ടും അതിന്റെ സ്ക്വയറിന്റെ അക്കത്തുക കാണാൻ ആ സംഖ്യയുടെ ഇതൊക്കെ കൂട്ടിയാൽ മതി, അക്കങ്ങൾ കൂട്ടിയാൽ മതി. ഇപ്പൊ ഉദാഹരണത്തിന് 34, അതിന്റെ സ്ക്വയറിന്റെ അക്കത്തുക ചോദിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? 4 3 കൂടി കൂട്ടുക. 7, 7ന്റെ സ്ക്വയർ കാണുക 49. 9 4 കൂടി കൂട്ടുക 13. അതിൽ മനസ്സ് കൂട്ടാൻ പറ്റും. 13 3 ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 4ആണ്. ഇനി 34ന്റെ സ്ക്വയർ കണ്ടോ, 1156. അതിൻ്റെയാണോ? ഇത് രണ്ടും കൂടി കൂട്ടി നോക്ക്. 6 5 11, 6 5 11, 12 13. 13 ഈ സംഖ്യ കൂട്ടി എത്രയാ? 4. അപ്പൊ ഇത് വലിയ സംഖ്യകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ ഇത്രയും സംഖ്യകളുടെ ഡിജിറ്റൽ റൂട്ട് കാണാൻ ചോദിച്ചാൽ ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക കണ്ടിട്ട് സ്ക്വയർ ചെയ്ത് കൂട്ടിയാൽ മതി. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് ഈ കോഹോസ്റ്റായ കുട്ടികളാണ് പറയേണ്ടത് സാറേ ഓക്കെയാണ്. Yes or no? Yes, sir. Yes. Yes, sir. ശരി ശരി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ആ ചോദ്യത്തിന്റെ ആൻസറാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ന്യൂമാത്സിന്റെ കുട്ടികൾ ഇതിലുണ്ടല്ലേ അല്ലേ? ന്യൂമാത്സിന്റെ കുട്ടികൾ ഇതിലുണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? സാറേ ബോർഡ് ക്ലിയർ ആവുന്നില്ല. ബോർഡ് ക്ലിയർ അല്ലേ? മറ്റ് കോഹോസ്റ്റായ കുട്ടികൾ പറയും ബോർഡ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. യെസ്. ന്യൂമാത്സിന്റെ കുട്ടികൾ ഇതിലുണ്ടോ? ന്യൂമാത്സ് ആ, അവര് തൽക്കാലം ഇതിന് പ്രതികരിക്കണ്ട. മറ്റുള്ള കുട്ടികൾ പറഞ്ഞാൽ മതി. ഒരു സ്ക്വയർ വരയ്ക്കുമല്ലേ? ഒരു സ്ക്വയർ വരച്ചുള്ളൂ എല്ലാവരും. സ്ക്വയർ വരച്ചിട്ട് യെസ് എന്ന് പറയാം. ആ, കോഹോസ്റ്റായ കുട്ടികളാണ് പറയേണ്ടത്. വരച്ചു കഴിഞ്ഞു. അതിന് പേര് കൊടുക്കുക. ഇവിടെ ബി എന്ന് കൊടുത്തോളൂ, ഇവിടെ എ എന്ന് കൊടുത്തോളൂ, ഇവിടെ ഒ എന്ന് കൊടുത്തോ, ഇവിടെ സി എന്ന് കൊടുത്തു. എന്നിട്ട് ഈ ഓ കേന്ദ്രമായിക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർക്കിളിങ് വരയ്ക്കാം. ഇത്രയും ജോലി ചെയ്യണം. ഓ കേന്ദ്രമായിക്കൊണ്ട് ഒരു സർക്കിളും വരയ്ക്കുക. കോഹോസ്റ്റാണ് മറുപടി പറയേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ യെസ് പറയണം. വരച്ചു. യെസ്. ഈ ഭാഗത്ത് മാത്രം നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക. ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം ഒരു കുട്ടി ഇപ്പൊ പറയും. ആ കുട്ടിയെ വിളിക്കുകയാണ്. അൽഫ, കേൾക്കാമോ? യെസ്. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം? ഒരു മിനിറ്റ് ഞാനൊന്ന് എഴുതിക്കോട്ടെ. OABC ഇതൊരു സ്ക്വയർ ആണ്, സമചതുരമാണ്. ആ, പിന്നെ O is the center of the circle. O സെന്റർ ആണ്, സെന്റർ ഓഫ് ദ സർക്കിൾ. ആ സർക്കിളിന്റെ സെന്റർ ആണ്. ആ, പിന്നെ ഇതിന്റെ ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണ്. ശരി. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് സമചതുരത്തിന്റെ 1/5 ഭാഗമാണ്. ഓഹോ, ഈ സമചതുരത്തിന്റെ 1/5 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത് അല്ലേ? അപ്പൊ ഷെയ്ഡഡ് പോർഷൻ 1/5 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ആ, വൃത്തത്തിന്റെ പരപ്പളവ് എത്ര? അപ്പൊ ഈ വൃത്തത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിക്കാം. വൃത്തത്തിന്റെ പരപ്പളവൊക്കെ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലാണ്. പിന്നെ എന്തിനാണ് ഈ ഒരു 7ാം ക്ലാസ്സിൽ ഈ ചോദ്യം ഉണ്ടാച്ചാലുള്ള ചോദ്യം നിങ്ങൾക്ക് വരും. ഇത് ആ വൃത്തത്തിന്റെ പരപ്പളവ് കാണുന്ന പോകാത്ത രീതിയിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അൽഫ ഒന്ന് ലൈൻ തന്നെ തുടരുക. മറ്റുള്ള കുട്ടികൾ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്താൽ മതി.
അൽഫ മാത്രം മൈക്ക് ഓൺ ചെയ്ത് പിടിക്കുക. ഓക്കെ ആണോ? ശരി, ആൻസർ കമന്റ് ചെയ്തോളൂ. ആൻസർ കമന്റ്. അൽഫ ചോദ്യം ഒന്നുകൂടി വായിച്ചേ. OABC ഒരു സമചതുരമാണ്. O വൃത്തത്തിന്റെ കേന്ദ്രമാണ്. സമചതുരത്തിന്റെ ഒരു വശം 10 സെന്റിമീറ്റർ ആണ്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് സമചതുരത്തിന്റെ 1/5 ഭാഗമാണ്. വൃത്തത്തിന്റെ പരപ്പളവ് എത്ര? ഓക്കെ, കുട്ടികൾ കമന്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളെ. അൽഫ സർ, കമന്റ് ചെയ്യാൻ കഴിയില്ല. കമന്റ് ചെയ്യാൻ ഞാൻ സാധിച്ചത് ഒറ്റ മിനിറ്റ്. ഇപ്പൊ കമന്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ കമന്റ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്വസ്റ്റ്യൻ പറയോ? ഇംഗ്ലീഷിൽ ഈ ചോദ്യം ഒന്ന് പറയാം. O A ഞാൻ പറയുകയാണ്, എഴുതാനാകുന്നില്ല. OABC is a square. ക്ലിയർ ആയോ? ഒന്ന് പോയിന്റ് നമ്പർ 1. ഈ അൽഫ ചോദ്യം ഒന്ന് മലയാളം വായിച്ചേ, ഞാനത് ഇംഗ്ലീഷ് വായി കൊടുക്കാം. പറയൂ അൽഫ, ആദ്യം ഒന്ന് പറയൂ. OABC is a square. പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറയൂ. അൽഫ പോയോ? O is the center of circle. O is the center of this circle. പിന്നെ The shaded part is the circle 1/5. 1/5 ഷെയ്ഡഡ് പാർട്ട് ആണ്. ഒന്ന് പറ്റുമെങ്കിൽ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരി, കുട്ടികൾ ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ട്. ശരിയായ ഉത്തരമാണ് വന്നിരിക്കുന്നത്. ആൻസർ 80 ആണ് ശരി. 80 is the right answer. ഇത് കിട്ടിയ കുട്ടികൾ ഒന്ന് പറയാം. എന്താ പേര്? എത്രയാണ് കിട്ടിയത്? 80 കിട്ടിയത് എങ്ങനെയാണെന്ന് പറയൂ. എന്താ മോളെ ഈ കളിക്കുന്നത്? ഫോൺ ചെയ്യുക, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുക, പിന്നെ മിണ്ടാതിരിക്കുക. ഏതെങ്കിലും വേറെ കുട്ടി വാ. വല്ലാത്തൊരു സങ്കടം തന്നെ. ഞാൻ ആദ്യം ഈ ഒരു സ്ക്വയറിന്റെ പരപ്പളവ് കണ്ടിട്ട് അതിന്റെ 1/5 ഭാഗം എടുത്തു. ഈ സ്ക്വയറിന്റെ പരപ്പളവ് അടുത്തൊരു കിട്ടി. ഈ സ്ക്വയറിന്റെ പരപ്പളവ് എത്ര കിട്ടി? 100 സെന്റിമീറ്റർ സ്ക്വയർ. ശരി, എന്നിട്ട് അതിന്റെ 1/5 ഭാഗം എടുത്തു. 100ന്റെ 1/5 ഭാഗം എടുത്തു. അതിന് 100ന്റെ 1/5 ഭാഗം എടുത്ത്, കാരണം ഈ ഒരു ഷെയ്ഡഡ് പാർട്ട് 1/5 ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ അത് 100ന്റെ 1/5 എന്ന് പറഞ്ഞാൽ 20 ആണല്ലേ? അതെ സാർ. 20 എങ്ങനെ 80 ആയി? മിഡ് പോയിന്റിലാണ്. മിഡ് പോയിന്റിലാണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡ് പോയിന്റ്, അപ്പൊ ഞാൻ ഇത് വരച്ചതിന്റെ പ്രശ്നം കൊണ്ടാണ്. മിഡ് പോയിന്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം ഉണ്ട്. 4 20 ആണ് 80 അല്ലേ? യെസ്, കറക്റ്റ് ആണ്. എന്താ പേര്? ഹരിനന്ദ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒരു 10 മിനിറ്റ് മുമ്പ് മുന്നോട്ട് വരണം. ചില കുട്ടികൾക്ക് ഇപ്പോഴും ഷൈ ആണ് പറയാൻ. മൈക്ക് ഓൺ ചെയ്തിട്ട് മാത്രമേ പറയുന്നില്ല, അവരെ കാണുന്ന പോലും ഇല്ല, എന്നിട്ട് മിണ്ടുന്നുമില്ല. ഹരിനന്ദ് ഒന്നുകൂടി അത് വിവരിച്ച്. ആദ്യം ഈ ഒരു സ്ക്വയറിന്റെ ടോട്ടൽ ഏരിയ കാണണം. ടോട്ടൽ ഏരിയ 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ആ ഒരു 100 സെന്റിമീറ്റർ സ്ക്വയറിന്റെ 1/5 ഭാഗമാണ് ഷെയ്ഡഡ് പാർട്ട് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 100ന്റെ 1/5 ഭാഗം 20 സെന്റിമീറ്റർ എന്ന് നമുക്ക് ലഭിക്കും. മിഡ് പോയിന്റ് O എന്ന മിഡ് പോയിന്റാണ് സർക്കിളിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20 × 4 ആണ് 80. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്താ പേര് പറഞ്ഞത് മോനെ? ഹരിനന്ദ്. ഏത് സ്കൂളാണ്? ഓക്കെ, ഹരിനന്ദ് ലൈനിൽ തുടരുക. അടുത്ത ചോദ്യം വരുന്നു. അൽഫ ഉണ്ടോ കൂടെ? അൽഫ ഇടക്ക് മിണ്ടുന്നില്ല, അതാണ് പ്രശ്നം. അടുത്ത ചോദ്യം ചിത്രം വരയ്ക്കാൻ പോവുകയാണ്. ഞങ്ങൾ അറിയുന്നില്ലല്ലോ എങ്ങോട്ട് പോയി എന്നുള്ളത്. യെസ്, അടുത്ത ചിത്രം വരയ്ക്കുന്നു. ഒരു വലിയ സ്ക്വയർ വരയ്ക്കുക. ആ സ്ക്വയർ ഒരു 4ാമത്തെ ഒരു സ്ക്വയറാണ്. ബാക്കിയെല്ലാം വരാൻ പോകുന്നത്. വേറൊരു സ്ക്വയർ ഇതിനോട് ചേർത്ത് വരയ്ക്കുക. അത് നമ്പർ 3 ആണ്.
നമ്പർ 2 ഇവിടെ ഒന്ന് വരയ്ക്കുക. നമ്പർ 1 ഇവിടെ ഒന്ന് വരയ്ക്കുക. ഇപ്പോൾ 1, 2, 3, 4 ഇങ്ങനെ 4 സ്ക്വയേഴ്സ് ആണ്. അൽഫ, ചോദ്യം എന്താണ്? ചിത്രത്തിൽ 1, 2, 3, 4 എന്നിവ സമചതുരങ്ങളാണ്. ഒന്നിന്റെയും രണ്ടിന്റെയും ചുറ്റളവുകൾ 20 സെന്റിമീറ്റർ, 24 സെന്റിമീറ്റർ എന്നിവയാണ്. ഒരു മിനിറ്റ് മോളെ, അങ്ങ് സ്പീഡ് പോയി കളല്ല. 1ന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആണ്, ഈ 1ന്റെ ചെറുതിന്റെ. 2ന്റെതോ 24 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തതിന്റെ 24, ഒന്നാമത്തെ 20 ആണ്. പിന്നെ എല്ലാ ഫിഗേഴ്സും സ്ക്വയർ ആണോ? എല്ലാ ഫിഗേഴ്സും സ്ക്വയർ ആണ്. പക്ഷെ ഞാൻ വരച്ചതിന് സ്കെയിലൊന്നും വെക്കാതെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ആ കുട്ടികളുടെ ചോദ്യം തന്നെ വായിച്ചത്. ഈ എല്ലാ ഫിഗേഴ്സും സ്ക്വയർ ആണ്. ഇതിലെല്ലാം സ്ക്വയേഴ്സ് ആണ്. ഇതിലെല്ലാം സമചതുരമാണ്. വരച്ച അളവ് എടുക്കാതെ വരച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമചതുരമാണ് എന്ന് ഞാൻ പറയുകയാണ്. അത് 1, 2, 3, 4 എണ്ണം ചേർത്ത് വെച്ചതാണ്. ഈ വലിപ്പം തന്നെയല്ല ഉള്ളതും. ഇനി ചോദ്യം ഒന്ന് വായിക്കുമ്പോൾ, ചിത്രത്തിലെ എല്ലാ സമചതുരങ്ങളുടെയും കൂടി പരപ്പളവ് എത്ര? ഓ, അങ്ങനെയാകുമ്പോ ഇതിന്റെ എല്ലാം ഏരിയ എത്രയാണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ഫിഗർ? അതാണ് ചോദ്യം. പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. ഇത്തരം ചോദ്യങ്ങളാണ് മക്കളെ നിങ്ങൾ പരിചയപ്പെട്ടത്. കാരണം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പരിചയമില്ലാത്ത ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ചോദ്യം ഒന്നിട്ട് വായിച്ചെടുക്കുക അൽഫ. ആ, ഒരു കുട്ടി ഇതൊന്ന് ഇംഗ്ലീഷിലായി കൊടുക്കും. ഞാൻ ഒന്ന് പറയാം, അതിന് ശേഷം ആയി കൊടുത്താൽ 1, 2, 3, 4. യെസ്, പറയൂ. ഓ, എങ്ങനെ? ആ, ഓക്കെ. ആ, ബ്രേക്കിൽ നോക്കാം. ഓക്കെ, ഇവിടെ 1, 2, 3, 4 എന്നീ 4 സമചതുരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ 4 in this figure 4 squares are there. 1, 2, 3, 4. The perimeter of 1 is 20. The perimeter of this 2 is 24. Then what is the area of the whole figure? ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ വളർന്ന കുട്ടിക്ക് കാര്യം മനസ്സിലായോ? യെസ്. ആൻസർ, യഥാർത്ഥ ആൻസർ വന്നിട്ടുണ്ടോ അൽഫ? ഇതുവരെ ആരും കൃത്യമായ ആൻസർ ടൈപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എല്ലാ കുട്ടികളും 480 ടൈപ്പ് ചെയ്തത്. അത് ശരിയാണോ അൽഫ? അല്ല. അപ്പോൾ ഉത്തരം ശരിക്കും വന്നോട്ടെ. വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഇതിൻ്റെ ആൻസർ വരാൻ വേണ്ടിയിട്ട്, യഥാർത്ഥ ആൻസർ വരാൻ വേണ്ടിയിട്ട്. പല കുട്ടികളും ടൈപ്പ് തെറ്റാണ്. ഏരിയ ഓൾ ഫിഗർ എങ്ങനെയാണ് നിങ്ങൾക്ക് 64 ചെയ്യാൻ തോന്നുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കുട്ടി പോലും ആൻസർ ടൈപ്പ് ചെയ്തിട്ടില്ല. നമ്മുടെ ന്യൂമാത്സിൻ്റെ കുട്ടികൾ ഇതിലുണ്ടല്ലോ. മറ്റു കുട്ടികൾ പറയാമോ? ന്യൂമാത്സിൻ്റെ ഒരു കുട്ടി പേര് പറയൂ. ന്യൂമാത്സിലെ കുട്ടികൾ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ മൈക്ക് കൊടുത്തിട്ട് ചോദിക്കാം. പറയൂ, ആരാണ്? എങ്ങനെ? അതൊന്നും എനിക്കറിയില്ല. ന്യൂമാത്സിന്റെ കുട്ടികളിലുണ്ടോ? പേരെന്താണ്? അശ്വജിത്തിന് ഇതിന്റെ ആൻസർ അറിയാമോ? ഓഹോ, അശ്വജിത്ത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വന്നായിരുന്നോ? അവിടെ പറഞ്ഞല്ലേ?
ആ 471 ഓ ആരാണ് 400? and 471 അതാരാ പറഞ്ഞത്? 471 പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? റന ഫാത്തിമ. റണ ഫാത്തിമ. കറക്റ്റ് ആണ്. റണ ഫാത്തിമ ഏത് സ്കൂളാ? എംഎം. ആ, റണ ഫാത്തിമ 471 എന്ന ആൻസർ ശരിയാണ്. അത് എങ്ങനെയാ കിട്ടിയത് മോളെ പറയൂ. ശരി, നമുക്ക് അൽഫയിലേക്ക്. ആ, ഫസ്റ്റ് സ്ക്വയറിന് നമ്മള് 20 4 ഡിവൈഡ് ചെയ്ത് അപ്പോൾ അതിന്റെ ഒരു സൈഡ് കിട്ടി 5. 5. ആ സൈഡ് ഞാൻ എഴുതിക്കോട്ടെ. ഈ സൈഡ് 5 കിട്ടി. അത് കറക്റ്റ്. പിന്നെ സെക്കൻഡിന് നമ്മൾ 24 4 ഡിവൈഡ് ചെയ്ത് അപ്പോൾ 6 കിട്ടി. ഇത് 6 കിട്ടി. ഓക്കെ. ആ, പിന്നെ അപ്പോൾ അത് രണ്ടും കൂട്ടിയാൽ ഒരു സ്ക്വയറിന്റെ വശമായി. മൂന്നാമത്തെ സ്ക്വയറിന്റെ ആ ക്ലിയർ ആയില്ല എനിക്ക്. ഒന്നാമത്തെ രണ്ടാമത്തെ സ്ക്വയറിന്റെ 5 6 കൂട്ടിയാൽ മൂന്നാമത്തെ സ്ക്വയറിന്റെ സൈഡ് കിട്ടും. അപ്പൊ 11 ആയിരിക്കും അത്. അതായത് ഈ 6 ഇവിടെ ഉണ്ട് അല്ലേ? അങ്ങനെയാണോ? ഒന്നാമത്തെ സ്ക്വയറിന്റെ 5. ഇത് 5. ആ, അപ്പൊ 6 5 11. 6 5 11. ഓക്കെ. ആ 11 എവിടെ എഴുതണം? മൂന്നാമത്തെ സ്ക്വയറിന്റെ ഏത് വശത്ത് എഴുതാം? ഏത് വശത്ത് എഴുതാം? ഓക്കെ. പിന്നെ ഇനി നാലാമത്തേതിലേക്ക് പോട്ടെ. അപ്പോ രണ്ടാമത്തെ സ്ക്വയറിന്റെതും മൂന്നാമത്തെ സ്ക്വയറിന്റെയും കൂട്ടാം. 6 11 17 കിട്ടും. 17ലേക്ക് പോയി. അങ്ങനെയാ 17 കിട്ടിയത്. ഓക്കെ ഓക്കെ, ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. നമുക്ക് അൽഫയിലേക്ക് പോവാം. അൽഫ കേൾക്കാമോ? യെസ് സർ. യെസ്. ഒന്ന് വിവരിച്ചു കൊടുക്കും നന്നായിട്ട്. എങ്ങനെയാണ് ഇത് 471ലേക്ക് പോയത്? ഫസ്റ്റ് സ്ക്വയറിന്റെ ചുറ്റളവ് നമുക്ക് തന്നിട്ടുള്ളത് 20 സെന്റിമീറ്റർ ആണ്. അത് അത് 20 4 കൊണ്ട് ഹരിക്കുക. ആ, അപ്പൊ നമുക്ക് 5 കിട്ടും. അപ്പോ ഫസ്റ്റ് സ്ക്വയറിന്റെ സൈഡ് 5 ആണ്. അപ്പൊ രണ്ടാമത്തെ സ്ക്വയറിന്റെ ചുറ്റളവ് വന്നിട്ടുള്ളത് 24 സെന്റിമീറ്റർ ആണ്. 24. ഓക്കെ. അപ്പൊ നമുക്ക് അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ ഒരു വശം 6 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് 6 ആണ്. ആ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ സ്ക്വയറിന്റെ കിട്ടാൻ വേണ്ടിട്ട് 5 മാർക്ക് നമുക്ക് കൂട്ടുക. 5 മാർക്ക് കൂട്ടിയാൽ ഈ സൈഡ് 11 ആയി. ശരി. അപ്പൊ ഇവിടെ 11. അടുത്ത ഒരു മിനിറ്റ് ഇത് കുട്ടികൾക്ക് മനസ്സിലാട്ടെ. ഇവിടെ 11 ഇവിടെ 11 ആകുമ്പോ 11 × 11 ഇത് ഉണ്ടാവും 121 അല്ലേ? ശരി. ഇത് നേരത്തെ നമുക്ക് തന്നു കഴിഞ്ഞു. 20 അല്ലേ? 20. ഇതോ 24 തന്നു കഴിഞ്ഞു. അപ്പോൾ 20 കിട്ടി. സോറി, ആ ചുറ്റളവ്. ഓക്കെ. സ്ക്വയർ. ശരി, സോറി. ഇത് 25 കിട്ടി. ഇവിടെ നമുക്ക് 6 6 36 കിട്ടി. അതല്ലേ കറക്റ്റ്? ഓക്കെ. അപ്പൊ 25 കിട്ടി പ്ലസ് 36 കിട്ടി പിന്നെ 121 കിട്ടി. ഇനി നമുക്ക് ഇവിടത്തേക്ക് പായണം. ഇവിടെ എന്താ പ്രശ്നം അൽഫ? ഇവിടെ ഈ 17 എങ്ങനെ കിട്ടി? ആ, ഒരു അൽഫേനെ പൂർത്തിയാക്കട്ടെ. ആ കുട്ടീനെ പൂർത്തിയാക്കട്ടെ. അൽഫ എങ്ങനെയാണ് 17ലേക്ക് പോയത്? രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ക്വയർസിന്റെ ഒരു വശം കൂട്ടുമ്പോൾ നമുക്ക് 17 കിട്ടില്ലേ? എന്ന് പറഞ്ഞാല് ഇവിടെ 11 ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെ 6 ആയിരുന്നു നമ്മൾ പറഞ്ഞത്. 6ഉം 11ഉം കൂടി കൂട്ടിയാൽ 17 അല്ലേ? ആ, 17നെ 17 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 289. അപ്പൊ ഈ 289 കൂടി ഇതിന്റെ കൂടി കൂട്ടണം. ഇതെല്ലാം കൂടി എത്ര കിട്ടും? 471. ഇത് നിങ്ങൾക്ക് മറ്റുള്ള കുട്ടികൾക്ക് മനസ്സിലായോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു സ്കൂളിലെ വിളിക്കും. ആ സ്കൂളിൽ ഒരു കുട്ടി മുന്നോട്ട് വരിക. കാട്ടിലങ്ങാടിയുള്ള ഒരു കുട്ടി മുന്നോട്ട് വരും. എന്താ പേര്? മീനാക്ഷിക്ക് ഇത് മനസ്സിലായോ? എങ്ങനെയാണ്
എത്രയാണ് ആൻസർ? 471. ഈ ഏരിയ പറയുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ പറയണം. 471 സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്റർ. അതെങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടി? ചെറിയ സ്ക്വയറിന്റെ ചളവ് വന്നിട്ടുണ്ട്. ആ 20 ഒരു വശത്തിന്റെ 4 വശം കൊണ്ട് ഇത് വീട്ടിൽ നിന്ന് എല്ലാ കുട്ടികളും ഇത് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഫ്രാക്ഷനിൽ വരുന്ന സാധ്യതയുള്ള ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം. 1/2 3/2 ഇൻറ്റു ബ്രാക്കറ്റായിട്ട് അർത്ഥതാണ്. 1 3 3 1 കുറച്ച് കഴിഞ്ഞാൽ 2/3. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം വെട്ടിപ്പോകും. അവസാനം ഒന്നാണ്. ഇത്തരം ചോദ്യത്തിന് 1 ഉത്തരം വരുന്നു. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് ഡാഷ് 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 അങ്ങനെ പോയിട്ട് 1/9 × 10 വരെ ചെയ്താൽ ആൻസർ എത്രയാണ്? ആ ചോദ്യം ഒന്ന് വായിച്ച് ഒരാൾ. 1/9 × 10 ഉത്തരം എത്രയാണ്? ഉത്തരം എത്ര? ഇതാണ് വരാൻ പോകുന്നത്. ഇതില് ഷോർട്ടായിട്ട് എഴുതാം. അനിൽ ആൻഡ് റഷീദ് 2 പേരാണ്. അനിലും റഷീദും ഒരു പോയിന്റിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്നും അനിൽ ഇങ്ങോട്ടും അനിൽ എന്ന ആള് ഇങ്ങോട്ടും റഷീദ് എന്ന ആള് അങ്ങോട്ടും പോകുന്നു. റഷീദ് അങ്ങോട്ടും അനിൽ ഇങ്ങോട്ടും പോവുകയാണ് ഈ ഒരു പോയിന്റിൽ നിന്ന്. ആ പോയിന്റ് ഞാൻ റെഡ് ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യാം. ഞാൻ ചോദ്യം മുഴുവൻ എഴുതാനാകത്തുണ്ടാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് അനിൽ ഏതെങ്കിലും ആൾ അനിലായിട്ട് എടുക്കുക. ഇത് അനിലാണ്, ഇത് റഷീദാണ്. അപ്പം അനിൽ അങ്ങോട്ടാണ് പോകുന്നത്, അനിൽ ഇങ്ങോട്ടാണ് പോകുന്നത്, റഷീദ് അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ അനിലും റഷീദും ഒരു പോയിന്റിൽ നിന്നും വിപരീത ദിശയിലേക്ക് അനിൽ സഞ്ചരിക്കുന്നത് 60 km/മണിക്കൂറാണ് അനിലിന്റെ വേഗത. റഷീദിന്റെ വേഗത 40 km/മണിക്കൂറാണ്. മണിക്കൂറിൽ 40 km ആണ് റഷീദിന്റെ സ്പീഡ്, ആവറേജ് സ്പീഡ്. അനിലിന്റെ സ്പീഡ്, ആവറേജ് സ്പീഡ് മണിക്കൂറിൽ 60 ആണ്. ആർക്കാ സ്പീഡ് കൂടുതലുള്ളത്? ആ, കാരണം അനിൽ 60-ലാണ് പോകുന്നത്, മറ്റൊന്ന് 40-ലാണ് പോകുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഒരു 75 മിനിറ്റ് അങ്ങ് കഴിഞ്ഞാൽ, ഇപ്പൊ ഉത്തരം പറയണ്ട, യൂട്യൂബിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി. 75 മിനിറ്റ് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അകലം എത്ര? 75 മിനിറ്റ് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അകലം എത്ര? ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ വേണോ? ആ, ഇംഗ്ലീഷ് വേർഷൻ ശ്രദ്ധിച്ചോളൂ. ഈ ചിത്രം വെച്ച് ശ്രദ്ധിച്ചാൽ മതി. അനിൽ ആൻഡ് റഷീദ് travel in opposite directions from one point to another at the speed of 60 km/h and 40 km/h respectively. After 75 minutes, what will be the distance between them? 75 മിനിറ്റ് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള അകലം എത്രയായിരിക്കും? ഈ 2 ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ആണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്.
എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിൽ 400-ലധികം കുട്ടികൾ നേരത്തെ തുടക്കത്തിലേ കണ്ടവരെനിക്ക് തോന്നി. മദ്രസയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുട്ടികൾ ലീവ് ചെയ്താണ്. ആ കുട്ടികൾക്ക് പിന്നീട് യൂട്യൂബിൽ ഈ ക്ലാസ് വരും. ഇങ്ങനെ രാവിലെ ഉണരുക, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് തലേ ദിവസമൊക്കെ ക്ലാസ്സിൻ്റെ വിവരം അറിയിക്കും, ക്വസ്റ്റ്യൻസും ധാരാളം അയച്ചു തരും. ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ഹോംവർക്ക് ശ്രദ്ധിച്ചാൽ 2 ചോദ്യമാണ് തന്നിരിക്കുന്നത്. ആ 2 ചോദ്യത്തിൻ്റെ ആൻസർ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അത് സ്പീഡായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഒന്ന്, മറ്റത് നമ്മളെ ഫ്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആ ചോദ്യത്തിൻ്റെ ആൻസർ ഇന്ന് തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. 8686171729 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.